പ്രിയ കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണോ? അപ്പം ഇന്ന് ആവിലപ്പള്ളിയിലാണ് ഉള്ളത്. ആവിലസദം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കാരാപ്പറമ്പ് എടൂര് പോകുന്ന വഴിക്ക്. അപ്പം അവിടെയാട്ടോ. കുരിശിൻ തൊട്ടിയിൽ നിന്നാണ് തുടക്കം. അതായത് ഈ കുരിശിൻ തൊട്ടിയിൽ എല്ലാവരും വന്ന് തല കുമ്പിട്ട് പ്രാർത്ഥിക്കും, അതേ മുട്ടിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഇവിടുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഈ കാർപ്പറ്റ് വിരിച്ചേക്കുന്നത് കണ്ടോ, ഈ കാർപ്പറ്റിൽ കൂടെ മുട്ടയിലഴയും. അതാണ് ഇവിടുത്തെ നേർച്ച. ഇവിടുന്ന് അവിടം വരെ മുട്ടയിലഴയും. ചെറിയ പരിപാടിയൊന്നുമല്ല കേട്ടോ, നല്ല ടാസ്ക്കാണ്. പൂർത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ പടപടാന്ന് പോകുന്നതും കാണാം. ഇതാണ് ആവിലപ്പള്ളി. വിശുദ്ധ അമ്മ ത്രേസ്യയാണ് ഇവിടുത്തെ നാമം. പിന്നെ ബന്ധിതനായ ഈശോയും. ഇവിടെ ബന്ധിതനായ ഈശോയാണ് എന്നും എഴുതിയേക്കുന്നുണ്ടോ? ഇതാ നിനക്കായി ഞാൻ ബന്ധിക്കപ്പെട്ടു. ഇവിടെ ബന്ധിതനായ ഈശോയാണ് ഇവിടുത്തെ പ്രാർത്ഥനയുടെ മെയിൻ. ഉണ്ടോ? ഇവിടെ എല്ലാവരും തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നേ. എന്നിട്ട് ഈശോൻ്റെ ആ കയ്യിൽ നിന്ന് പെയിൻ്റെല്ലാം മാന്തി കളയുന്നതുകൊണ്ട് ഇവിടെ ബാരിക്കേഡ് പോലെയൊക്കെ ആക്കി, നല്ല അടിപൊളിയാക്കി. പിന്നെ ഇതാണ് എന്താ പറയുക, നിയോഗങ്ങളൊക്കെ എഴുതി ഇവിടെ കെട്ടിത്തൂക്കും. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം അതെടുത്ത് ആൾത്താരെ വെക്കും, അടുത്ത വ്യാഴാഴ്ച വരെ. ആ കുർബാന സമയത്തും ആരാധന സമയത്തും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇതിപ്പോൾ എടുത്തത് കൊണ്ടാട്ടോ ഇതിലൊന്നുമില്ലാത്ത. ഇതിൽ നിറച്ചുണ്ടാവും വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്കും. ഇത് അവിടെ അരി ഇരിക്കുന്നുണ്ടോ? ഇവിടുത്തെ നേർച്ചയാണ് അരി. അതായത് ഇഷ്ടമുള്ളവർക്ക് അരി കൊണ്ട് കൊടുക്കാം. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന 6000-7000 പേരൊക്കെ ആയിരിക്കും. അവർക്ക് മുഴുവനും കഞ്ഞി കൊടുക്കും. കഞ്ഞി നല്ല രസം കേട്ടോ, കഞ്ഞി കുടിക്കാൻ നല്ല രസമുള്ള കഞ്ഞിയാണ്. അപ്പോൾ ഇങ്ങനെ അരി കൊണ്ട് നേർച്ചയായിട്ട് കൊടുക്കുന്നവരുണ്ട് ഒത്തിരി പേര്. ഇത് കണ്ടോ ഒരു തൊട്ടിൽ. ആ തൊട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കുട്ടികളുണ്ടാകുമ്പം ഇതേ കൊണ്ടൊക്കെ കിടത്തും. ഇവിടെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ. കഞ്ഞിയൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുക. എല്ലാം കഴുകി കമത്തി വെച്ചേക്കുക. ദൂരെ ആൾക്കാർ വന്നാലും ഒരു ദിവസം എത്ര ആൾ വന്നാലും അത്രയും പേർക്ക് കഞ്ഞി കൊടുക്കും. കഞ്ഞി കുടിക്കാനുണ്ടാവും അവർക്ക്. 6000 പേരൊക്കെ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നതാണ്. അത്ര തിരക്കായിരിക്കും. അച്ഛനെ കാണാനും റാപ്സപ്സിനെ കാണാനൊക്കെ ആയിട്ട്. അമ്മ ത്രേസ്യ വിമല ഹൃദയവുമായി കയ്യിൽ